നമസ്കാരം. മിനിസ്റ്റർ ടൂർണമെന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന റിപ്പോർട്ടർ ചാനൽ എഡിറ്റോറിയൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. ഈ പ്രോഗ്രാമിനകത്ത് നമ്മുടെ അരുൺകുമാർ, അതേപോലെ നമ്മുടെ ദുർഗാവാഹിനിയായിട്ടുള്ള സുജയ പാർവതി, സ്മൃതി, ഉണ്ണി ബാലകൃഷ്ണൻ ഇവരിരുന്നു കൊണ്ട് ഒരു ചർച്ച, ഒരു ഗംഭീര ചർച്ച എന്ന് വേണം പറയാൻ. കാരണം ഈ ഒരു വീഡിയോ അത് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും അത് കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ഏതാനും കുറച്ച് നാൾക്ക് മുമ്പായിരുന്നല്ലോ കേരള സ്റ്റോറി എന്ന് പറയുന്നൊരു സിനിമ അത് കേരളത്തിൽ റിലീസ് ചെയ്തു. ആ സിനിമ എത്ര പേര് കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. കാരണം കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളൂ. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്ന ചില കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഈ ദൂരദർശനിൽ എന്തുകൊണ്ടാണ് ഇപ്പം പ്രദർശിപ്പിക്കാനായിട്ടുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ വ്യക്തമായും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടും ഉണ്ണി ബാലകൃഷ്ണൻ പറയുമ്പോൾ ബാക്കി ഇരിക്കുന്ന ആൾക്കാരൊക്കെ അന്തം വിട്ട് കുന്തം വിട്ടിരിക്കുന്നതിനൊക്കെയാണ് ഇവരുടെ ഇരിപ്പ്. അതിൽ നമ്മുടെ ഈ ദുർഗാവാഹിനി സുജയ പാർവതിയുടെ ആ ഒരു ഇരിപ്പൊക്കെ നമുക്ക് കാണാം. കാരണം തിരിച്ച് മറുപടി പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ കേരള സ്റ്റോറി പോലുള്ള ഒരു പ്രൊപ്പഗണ്ടയായിട്ടുള്ള ഒരു സിനിമ ഈ ദൂരദർശൻ എന്ന് പറയുന്നത് അത് ഇന്ത്യ മൊത്തത്തിലുള്ള ഒരു ഇതാണ്. കാരണം അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ റേറ്റിംഗ് ഉള്ള ഒരു ദൂരദർശൻ. കാരണം ദൂരദർശൻ എന്ന് പറയുന്നത് മുക്കിലും മൂലയിലും, അതായത് നമ്മളിപ്പം കേരളം വിട്ടേര്, കേരളം, തമിഴ്നാട് അല്ലെങ്കിൽ അതുപോലെ സംസ്ഥാനങ്ങൾ വിട്ടു കഴിഞ്ഞാൽ മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് ദൂരദർശൻ എന്ന് പറയുന്ന ഈ ഒരു ഇതാണ്. അപ്പോൾ ഈ ദൂരദർശനകത്ത് ഈ ഒരു സിനിമ വരുമ്പോഴത്തേക്ക് ആ സിനിമ മുഴുവൻ ആൾക്കാരും ഇത് കാണും. ആ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഈ ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വികാരം, ആ ഒരു വികാരം 2024 വോട്ടായിട്ട് BJPക്ക് അനുകൂലമായിട്ട് മാറും എന്നുള്ള ഒരു ഉത്തമ ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ് കേരള സ്റ്റോറി പോലുള്ള ഈ ഒരു സിനിമയെ പൊക്കി പിടിച്ചുകൊണ്ട് ഇപ്പോൾ അവർ വന്നിരിക്കുന്നത്. എന്താണേലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഈ ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന് വലിയൊരു സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം ക്ലിയർ ആയിട്ട് ഈ ഒരു വിഷയത്തെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇപ്പം ഉണ്ണി ബാലകൃഷ്ണൻ. എന്തായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയതിനു ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ ഇറക്കുക. അപ്പം നേരെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അവിടുത്തെ റയറ്റ് ഉണ്ടാകുന്നത്. റയറ്റിന്റെ കാര്യം എന്താണെന്നറിയോ? ജാട്ട് സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയെ മുസ്ലിം സമുദായത്തിലുള്ള ഒരു ആൺകുട്ടി കളിയാക്കി. ആ ഒരു വിഷയത്തെ എടുത്തു വെച്ചുകൊണ്ട് അവിടെ ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഏറ്റവും വലിയ വർഗീയ കലാപങ്ങളിൽ ഒന്നായിട്ടാണ് മുസാഫർ നഗർ കലാപം വിലയിരുത്തപ്പെടുന്നത്. അന്ന് അവിടെ 10-70 പേര് കൊല്ലപ്പെട്ടു. BJP നേതാക്കളാണ് കേട്ടോ അറസ്റ്റിലായതും ജയിലിലായതും. ആ കലാപം 2013 നടന്നപ്പോൾ 2014 തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്താണ്? 80 സീറ്റാണ് ഉത്തർപ്രദേശിലുള്ളത്. 71 സീറ്റാണ് BJPക്ക് കിട്ടിയത്. 71 സീറ്റ് കിട്ടിയത് ഈ ഒറ്റ കലാപത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ കാരണം ഞാൻ പറയാം, 2009 കേവലം 10 സീറ്റാണ് BJPക്ക് ഉള്ളത്. 5 വർഷം കൊണ്ട് അവിടെ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 2013 ഈ ഒറ്റ റായിട്ട് കൊണ്ട് 71 സീറ്റ്. ആ 71 സീറ്റാണ് BJPയുടെ ഭാവി തീരുമാനിച്ചത്. അത് കൃത്യമായ ആസൂത്രണമായിരുന്നു. അവിടുത്തെ ചാർജ് ആൾക്കാരെന്നറിയാവോ? ഗുജറാത്തിലെ നേതാവാണല്ലോ അമിത്ഷാ. ഗുജറാത്തിലായിരുന്നില്ല അദ്ദേഹത്തിന് ചാർജ്. തെക്കേ ഇന്ത്യയിൽ എവിടെയും ആയിരുന്നില്ല, കിഴക്കേ ഇന്ത്യയിൽ എവിടെയും ആയിരുന്നു. ഒരൊറ്റ സംസ്ഥാനത്തിൻ്റെ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ അമിത്ഷായ്ക്ക്. അത് ഉത്തർപ്രദേശിൻ്റെ ചാർജായിരുന്നു. ആ വിജയം നേടിക്കൊടുത്തതിന് ശേഷം അമിത്ഷായ്ക്ക് ആദ്യം നരേന്ദ്രമോദി കൊടുക്കുന്ന സമ്മാനമാണ് BJP അധ്യക്ഷ സ്ഥാനം. നോക്കൂ, ഒരു പ്രധാനമന്ത്രിയും ഒരു അധ്യക്ഷനും പാർട്ടിയുടെ അധ്യക്ഷനും ഒരേ സംസ്ഥാനത്ത് നിന്ന് BJPക്ക് ഉണ്ടാകുന്ന അപൂർവമായ സാഹചര്യം ഉണ്ടായത്. ഇതിനെ റിവാർഡ് ചെയ്യുകയാണ് ചെയ്തത്. 2019 പുൽവാമയും ബാലക്കോട്ടും ഉണ്ടാക്കി സത്യപാൽ മാലിക്കിൻ്റെ പ്രസ്താവനയുള്ളൂ. നമ്മളിനി അതൊന്നും വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല. 40 CRPF മരിച്ചു. പിന്നെ ബാലാക്കോട്ടേക്ക് അടിച്ചു. കൃത്യമായ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കി. അത് ഒരു ടെററിസം പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുവെന്നും അതിനകത്ത് നരേന്ദ്രമോദി പറയുന്നൊരു കാര്യമുണ്ട്, ദി എനിമി ഈസ് വിതിൻ എന്നാണ്. അകത്താണ് ശത്രു എന്നാണ്. ആരാണ് അകത്ത ശത്രു എന്ന് പറയുന്നത്? മുസ്ലിംസ് ആണ്. ഇവിടെ ഇപ്പോൾ നോക്കിക്കോളൂ, ഈ 2024 തെരഞ്ഞെടുപ്പിലേക്ക് അയോധ്യ രാമക്ഷേത്രമുണ്ട്, CAA ഉണ്ട്. ഇതൊന്നും മാത്രം പോരാ. കൃത്യമായി ഇസ്ലാമോഫോബിയ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വോട്ട് ബാങ്കിനെ സുരക്ഷിതമാക്കാൻ കഴിയൂ. അതിന്റെ കാര്യം എന്താണെന്നറിയോ സ്മൃതി? കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഗാർഹിക ചിലവുകൾ 2 ഇരട്ടിയായിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഇന്ത്യയിലെ ഈ പറയുന്ന നാഷണൽ സാമ്പിൾ സർവേ നടത്തിയ പഠനത്തിലാണ് പറയുന്നത്. അതായത് സർക്കാരിൻ്റെ തന്നെ ഓർഗൻ നടത്തിയ പഠനത്തിൽ പറയുന്നു ഗാർഹിക ചിലവുകൾ ഇരട്ടി കണ്ടു വർദ്ധിച്ചിരിക്കുന്നു. ഇതൊരു കുടുംബത്തിൽ ഓരോ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം മാർച്ച് 27-നാണ് UN-ന്റെ സംഘടനയായിട്ടുള്ള ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഇന്ത്യയിലെ തൊഴിലില്ലായ്മയെക്കുറിച്ചൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അത് UN സംഘടനയാണ് ഈ ILO എന്ന് പറയുന്നത്. അങ്ങേയറ്റം പരിതാപകരമാണ് അൺഎംപ്ലോയ്മെന്റിന്റെ സ്ഥിതി ഇന്ത്യയിൽ എന്ന് പറയുന്നു. നമ്മൾക്ക് ജോലിയുള്ളവരാണെന്നേ നമ്മളത് അനുഭവിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ ഉള്ള
അഭ്യസ്തവിദ്യരായിട്ടുള്ള മനുഷ്യർ അത് അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പാർലമെന്റിൽ നടന്ന ആ 4 ചെറുപ്പക്കാരുടെ അറ്റാക്ക് എന്ന് പറയുന്നത്. കർഷകരുടെ സമരം നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു ദിവസം 30 കർഷകർ വെച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നു. വിലക്കയറ്റം എന്ന് പറയുന്ന യാഥാർത്ഥ്യം നിൽക്കുന്നു. നിങ്ങൾ ഈ 5ാം സമ്പദ് വ്യവസ്ഥയായി എന്നൊക്കെ പറയുമ്പോൾ അന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കുമ്പോൾ ഇവിടുത്തെ രാജ്യത്തെ ഈ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, ഇതിനെക്കുറിച്ച് ഭയമുണ്ട്. അപ്പോൾ വൈകാരികമായി തന്നെ വീണ്ടും ഈ പറയുന്ന ആളുകളെ ഹിന്ദുത്വ ശക്തിയെ ഉണർത്തിവിടുകയും ഒന്നിപ്പിച്ച് നിർത്തുകയും ചെയ്തില്ല എങ്കിൽ ഈ വോട്ട് ബാങ്ക് സുരക്ഷിതമല്ല, തിരിച്ചടി ഉണ്ടാകുമെന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ പറയുന്ന കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ കാണിക്കുന്നത്. അത് നോക്കൂ, ഇന്ത്യയിൽ ദൂരദർശൻ എത്ര പേര് കണ്ടു കളയുന്നു ഒന്ന് ചോദിച്ചു കളയരുത്. കാരണം എന്താ അറിയോ, ഇന്ത്യയിലെ റേറ്റിംഗിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ചാനൽ ഏതാണെന്നറിയോ? ദൂരദർശനാണ്. ദൂരദർശനാണ് റേറ്റിംഗിൽ നമ്പർ 1. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൂരദർശനാണ്. ആ ദൂരദർശനിലൂടെയാണ് ഇത് സംപ്രേഷണം ചെയ്യുന്നത്. അത് കേരളമല്ല ലക്ഷ്യം, അത് തമിഴ്നാടല്ല ലക്ഷ്യം, അത് ആന്ധ്രാപ്രദേശോ കർണാടകയോ അല്ല ലക്ഷ്യം, അത് ഉത്തരേന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളുമാണ്. ഇന്ന് ഈ ഗ്രാമങ്ങളിലെ ജനങ്ങളെയൊക്കെ ഉണ്ടല്ലോ ഈ പറയുന്ന ഈ സൈന്യത്തെ പരിശീലിപ്പിക്കുന്നത് പോലെ ചിട്ടയായി വീട്ടിലിരുത്തി ഇത് കാണിക്കും. അതിനുള്ള മെക്കാനിസം RSS ഉണ്ടെന്നേ. ആ മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് അവരെല്ലാ മനുഷ്യരെയും ഈ സിനിമ കാണിക്കും. അങ്ങനെ ഒരു ഇസ്ലാമോഫോബിയ ഉണ്ടാക്കും. ആ ഫോബിയയിലൂടെ ഒരു ഹിന്ദുത്വ വികാരം ഉണ്ടാകും. ആ വികാരത്തെ വോട്ടാക്കി മാറ്റുക എന്ന അവസാന തന്ത്രമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അവസാന തന്ത്രം എന്ന് പറയുന്നത് ഇനിയും എന്തൊക്കെയാണ് എടുത്ത് പയറ്റാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന സിനിമ ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ലക്ഷ്യം നോക്കൂ, മുസ്ലിങ്ങൾ അപകടകാരികളാണ്, അവർ നമ്മുടെ സാംസ്കാരിക ദേശീയതയ്ക്കെതിരാണ്, അവർ നമ്മുടെ സംസ്കാരത്തിനെതിരാണ്, അവർ ഹിന്ദുക്കൾ ാണ്, അവർ അപകടകാരികളാണ്, അവർ തീവ്രവാദികളാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചു നിൽക്കണം. അങ്ങനെ ഒന്നിച്ചു നിന്നൊരു വോട്ട് ബാങ്കായി വീണ്ടും ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അതെല്ലാം നടപ്പാക്കി ഇവിടെ നിന്ന് ഇവരെ ഉച്ചാടനം ചെയ്യും. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് NCERT പുസ്തകത്തിൽ നിന്ന് പല കാര്യങ്ങളും കഴിഞ്ഞ 1000 വർഷമായിട്ട് മുസ്ലിങ്ങൾ ഇവിടെ വന്നിട്ട് ഇന്ത്യയുടെ സംസ്കാരത്തെ തകർത്തു എന്നുള്ളത് കൊണ്ടാണ് മുഗളന്മാരുടെ പാഠപുസ്തകങ്ങളിൽ നിന്നൊക്കെ അവരെയൊക്കെ എടുത്ത് മാറ്റുന്നത്. ആ രീതിയിൽ ഈ പറയുന്ന ഇസ്ലാമോഫോബിയ ക്രിയേറ്റ് ചെയ്തുകൊണ്ടല്ലാതെ പുതിയൊരു ഹിന്ദുത്വ വികാരം ഉണർത്താൻ അവരുടെ കയ്യിൽ വേറൊന്നുമില്ല. ജയിച്ചു വരാൻ ഒരു ആയുധവും കയ്യിലില്ല. അതുകൊണ്ട് അവസാനത്തെ കളിയാണ് ഈ കളിക്കുന്നത്. അതാണ് ഇതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം. അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യത്തോടുകൂടി തന്നെ ചെയ്തിട്ടുള്ള ഒരു ടെലികാസ്റ്റ്. ബാലകൃഷ്ണൻ ആ ഒരു ഫ്ലോയിൽ അത് ഇങ്ങനെ പറഞ്ഞ് നമുക്കത് കൃത്യമായ രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നതായിട്ടുള്ള ചില വാർത്തകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നത്. അതിനെക്കുറിച്ചിട്ടായിരുന്നു ഞാൻ ഇടുക്കി അതിരൂപതയുടെ കീഴിൽ ഈ ഒരു സിനിമ പ്രദർശിപ്പിച്ചു. അവിടുത്തെ 10ാം ക്ലാസ്സും 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളിലേക്കൊക്കെ ഈ സിനിമ കാണിച്ചു. ഒരു തെറ്റായിട്ടുള്ളൊരു സന്ദേശം, ഒരു എന്താ പറയുക, അവരുടെ മനസ്സിലേക്ക് മറ്റൊരു തലത്തിലേക്കുള്ള ആ ഒരു ഇതിട്ട് കൊടുക്കുന്ന തരത്തിലാണ് ഈ ഒരു പ്രക്രിയയായിട്ട് ഇവർ വന്നിരിക്കുന്നത്. അത് ഇപ്പം ഈ പറയുന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിലേക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത്. കാരണം ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമുദായമോ അല്ലെങ്കിൽ ഈ നല്ലവരായിട്ടുള്ള ക്രൈസ്തവ സമൂഹമൊന്നും ഇതിനെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ തിയേറ്ററുകളിലൊക്കെ ഈ സിനിമ റിലീസ് ചെയ്തപ്പോഴത്തേക്കും ഒരു മനുഷ്യൻ പോലും ആ ഒരു 7 അയലത്ത് പോലും പോകാതിരുന്നത്. എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോ വളരെ ഗംഭീരമായിട്ടുള്ളൊരു വീഡിയോ തന്നെ. കാരണം ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കേരളത്തിലെ ഈ പറയുന്ന എന്താ പറയുക, എല്ലാ വിഭാഗങ്ങളുടെയും സ്വസ്ഥതയും സമാധാനവും തകർക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചില പ്രവർത്തികളുമായിട്ട് ഈ ദുഷ്ടശക്തികൾ നമ്മളെ സമീപിക്കുന്നതെന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് പ്രേക്ഷകരോട് പറയാനുള്ളൂ. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ. നിങ്ങളുടെ സ്വന്തം വിനീസ് എൻ്റർടൈൻമെൻറ്റ്.